അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങൾ. സൂറത്തു നിസായിലെ 36-ാമത്തെ വചനത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഇൻ ഖിഫ്തും ശിഖാക ബൈനിഹിമാ ഫബഅ്ഥൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ ഇൻ യുരീദാ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമാ ഇന്നല്ലാഹ കാന അലീമൻ ഖബീറാ. വൈൻ ഖിഫ്തും, നിങ്ങൾ ഭയപ്പെട്ടാൽ, ഷിഖാക, പിളർപ്പ്, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിക്കാതെ വരുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇനി സത്യവിശ്വാസികളായ നിങ്ങൾ, വൈൻ ഖിഫ്തും, നിങ്ങൾ ഭയപ്പെട്ടാൽ, ഷിഖാക ബൈനിഹിമ, അവർ രണ്ടാൾക്കുമിടയിൽ, ബൈനിഹിമ, അവർ രണ്ടാളുകൾക്കിടയിൽ, ഷിഖാക, പിളർപ്പ്, ഭിന്നിപ്പ് ഉണ്ടാകുകയാണ്, ഭിന്നിപ്പിലാണ് എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ, അവർ ഭാര്യയും ഭർത്താവും സ്വൈരമായി സന്തോഷമായി കഴിയുന്നില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ, ഫബഅ്ഥൂ ഹകമൻ മിൻ അഹ്ലിഹി വ ഹകമൻ മിൻ അഹ്ലിഹ. ഫബഅ്ഥൂ, അപ്പോൾ നിങ്ങൾ നിയോഗിക്കുവിൻ. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസവും ജീവിത ബുദ്ധിമുട്ടുകളും വീടുകളിൽ അസ്വസ്ഥതയും സൃഷ്ടിക്കുകയാണെങ്കിൽ, ഫബഅ്ഥൂ ഹകമൻ മിൻ അഹ്ലിഹി വ ഹകമൻ മിൻ അഹ്ലിഹ. ഫബഅ്ഥൂ, നിങ്ങൾ നിയോഗിക്കുവിൻ, ഹകമൻ, ഒരു വിധികർത്താവിനെ, മിൻ അഹ്ലിഹി, അവൻ്റെ ആൾക്കാരിൽപ്പെട്ട, വ ഹകമൻ മിൻ അഹ്ലിഹ, മറ്റൊരു വിധികർത്താവിനെ, മിൻ അഹ്ലിഹ, അവളുടെ. അപ്പോൾ അവളോടും അവനോടും താല്പര്യമുള്ള നീതിമാന്മാരായ ആളുകളെ രണ്ടു കൂട്ടരിൽ നിന്നും ഓരോരുത്തരെ നിങ്ങൾ ഈ കാര്യത്തിന് നിയോഗിക്കുക. ഇതിനൊരു സൊല്യൂഷൻ, ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകണം. ഫബഅ്ഥൂ ഹകമൻ മിൻ അഹ്ലിഹി വ ഹകമൻ മിൻ അഹ്ലിഹ. അങ്ങനെ പുരുഷൻ്റെയും സ്ത്രീയുടെയും കുടുംബത്തിൽപ്പെട്ട ഓരോ നീതിമാന്മാരെ ഈ പ്രശ്നപരിഹാരത്തിനായിട്ട് നിങ്ങൾ നിയോഗിക്കുവിൻ. ഫബഅ്ഥൂ, ഇൻ യുരീദ, അവർ ഉദ്ദേശിച്ചാൽ, അവരിരുവരും ഉദ്ദേശിച്ചാൽ. കാര്യങ്ങൾ അവർ വിശദമായിട്ട് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അതിൻ്റെ പിളർപ്പിൻ്റെ അല്ലെങ്കിൽ ഈ അനൈക്യത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ കണ്ടെത്തി അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഈ യുരീദ,
അവർ ഇരുവരും ഉദ്ദേശിച്ചാൽ, ഈ നീതിമാന്മാരായ പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരാളും സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള ഒരാളും അവർ ഉദ്ദേശിച്ചാൽ ഇസ്ലാഹൻ, അനുരഞ്ജനം, സമാധാനം, ശാന്തി, പരസ്പര ഐക്യം, അങ്ങനെ അത് സ്ഥാപിക്കുവാൻ അവരിരുവരും, കുഴപ്പമില്ല, ഇവർ രണ്ടുപേരെയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി പൂർവാധികം സ്നേഹത്തോടെ നല്ല നിലയിൽ അവർ കഴിയും എന്ന് അവർ കണ്ടെത്തുകയാണെങ്കിൽ, ഈ യുരീദ ഇസ്ലാഹൻ, അനുരഞ്ജനം അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ, യുവഫിഖില്ലാഹു ബൈനഹുമ, യുവഫിഖ് യോജിപ്പിക്കും, അള്ളാഹു തആല ബൈനഹുമ അവരിരുവരെ വീണ്ടും യോജിപ്പിക്കും. അല്ലാഹു ഇവരെ യോജിപ്പിച്ച് പൂർവാധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുവാനുള്ള ഒരു സാഹചര്യം അവരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇരുഭാഗത്തെയും, പുരുഷൻ്റെയും സ്ത്രീയുടെയും ഭാഗത്തുള്ള നീതിമാന്മാരായ ആളുകളുടെ ഉപദേശ നിരീക്ഷണ പാഠവങ്ങൾ വെച്ച് അങ്ങനെ അവരെ അനുരഞ്ജനത്തിലാക്കുകയാണെങ്കിൽ, യോജിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. യുവഫിഖില്ലാഹു ബൈനഹുമ, അവർക്ക് ഇരുവർക്കും അല്ലാഹു തആല യോജിപ്പിച്ച് കൊടുക്കും, അവരെ വീണ്ടും നല്ല നിലയിൽ കഴിയുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ വല്ലതും ആണോ ഇത്? ഇപ്പോൾ എന്തെങ്കിലും ഒരു അരയ്ക്കം ഉണ്ടാകും, അത് ഈ പുരുഷൻ്റെ ഭാഗത്തുള്ളവരെല്ലാവരും കൂടെ ഒരു കടുംപിടുത്തമായിട്ടേക്കും അവളും അവളുടെ കുടുംബവും തന്നെ തകരാറാണ്. സ്ത്രീയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അവൻ തീരെ ശരിയല്ല, അവനുമായിട്ടുള്ള ജീവിതമേ പറ്റത്തില്ല. ഇങ്ങനെ അങ്ങ് എരികേറ്റി കൊടുക്കുന്നതല്ലാതെ ഇസ്ലാമിൻ്റെ അധ്യാപനം അനുസരിച്ചുള്ള സഹനത, വിട്ടുവീഴ്ച, സ്നേഹം, പുറത്തു കൊടുക്കുക, ഇന്നിത്യാദി ഗുണങ്ങളൊന്നുമില്ലാത്ത ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, പോയി നീതിമാന്മാരായ വിധികർത്താക്കന്മാരാക്കിയാൽ ഒക്കെ. ഇത് ഖുർആൻ പറയുന്നതൊന്നുമല്ല കേട്ടോ, ഇതെല്ലാം വളരെ ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ വളരെ സന്തോഷകരമായ ഒരു ജീവിതയാത്ര. ഇവിടെ നമുക്കാകപ്പാടെ 12 മണിക്കൂർ രാവും പകലുമായിട്ട് തരുന്നു. അത് ബഹുഭൂരിഭാഗവും ഭാര്യയും ഭർത്താവുമായിട്ട് കാണുന്ന പോലും ഇല്ല. ജോലിയും തിരക്കുകളും മറ്റു കാര്യങ്ങളുമായിരിക്കും. എല്ലാവരും അവരവരുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുക. പിന്നെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടെ ഒരു വാക്ക് പറയാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാനും കഴിയുന്നില്ല എങ്കിൽ ദൗർഭാഗ്യമായ ഒരവസ്ഥ തന്നെ ആയിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ സംഭവിച്ചു പോയാൽ, ആത്മീയ ചൈതന്യമുള്ള രണ്ടാളുകളെ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഭാഗത്ത് നിന്ന് കണ്ടെത്തുകയും അവരെ അതിൻ്റെ പ്രശ്നപരിഹാര കർത്താക്കളായി നിയോഗിക്കുകയും എന്നിട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അതിന് ആ നീതിമാന്മാരായ ആളുകൾക്ക് ഒന്നുകിൽ അവരെ യോജിപ്പിച്ച് നിർത്താം, അല്ല എങ്കിൽ പിരിച്ചു വിടുന്നതാണ് നല്ലതെന്ന് അവർ കണ്ടെത്തുകയാണെങ്കിൽ അപ്രകാരവും ചെയ്യാം. ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ, നിശ്ചയമായും അള്ളാഹു കാന അലീമൻ, കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ഖബീറ, അവർക്ക് ഏറ്റവും നല്ല നിലയിലുള്ള വാർത്തകൾ, വിവരങ്ങൾ, ഇൻഫർമേഷൻസ് നൽകുന്നവനും അവൻ തന്നെയാണ്. ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാനുള്ള അറിവുള്ളവനും അവൻ തന്നെ. എല്ലാവരേക്കാളും ഏറ്റവും നന്നായി കാര്യങ്ങൾ അറിയുന്നവനും അവൻ തന്നെയാണ്. അവനാണ് ഈ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചത്. പക്ഷേ ഇത് പറയുമ്പോൾ കേൾക്കാനും മനസ്സിലാക്കാനും ആളുകളില്ല. ഇതൊന്നും അറിയാത്ത ആളുകൾ അടിക്കുന്നെങ്കിൽ നമുക്ക് വല്ലതും ചെയ്യാൻ നോക്കും. അല്ലാഹു തആല ഈ വചനത്തിലൂടെ നൽകുന്ന ഈ കാര്യങ്ങൾക്ക് ഹസ്രത്ത് ഖലീഫത്തുള്ള നൽകുന്ന വിശദീകരണം, ചെറിയ വിശദീകരണമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കും. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അതിമനോഹരമായ ഒരു കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.